എല്ലാവർക്കും ട്രൂ ഹോബി ചാനലിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ചെമ്മീൻ ഫ്രൈ ആയിട്ട് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് കാണിക്കാനാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പം ഇച്ചിരി നല്ല ഫ്രഷ് ചെമ്മീൻ കിട്ടി. ഇത് കണ്ടോ, നല്ല വലിയ ചെമ്മീനാണ്. അതിന് നമ്മളിത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രഷ് ഇത് മാത്രം അങ്ങ് എടുത്തു. ഇനി ഇതിലേക്ക് വറ്റാനായിട്ട് നമ്മൾ കുറച്ച് മസാലക്കൂട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മസാലക്കൂട്ട്. അപ്പോൾ ഇതിനകത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഒരു ശകലം പുളിയുള്ളത് നല്ല ടേസ്റ്റാണ് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. അതിനകത്തോട്ട് ഞാൻ കുറച്ച് നാരങ്ങ നീര്, അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി പുളി ഇടാം, പക്ഷേ ഞാൻ എപ്പോഴും നാരങ്ങ നീരാണ് പ്രിഫർ ചെയ്യുന്നത്. നാരങ്ങ നീരും ചേർത്ത് ഉപ്പും ചേർത്ത് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇച്ചിരി കരിയാപ്പിലയും കൂടി ഇതിനകത്ത് ഇടുന്നുണ്ട്. അപ്പം നമുക്ക് പോയി ഇച്ചിരി കരിയാപ്പില കുറച്ചുകൊണ്ട് വരാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചെമ്മീൻ ഫ്രൈയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേക്കുറിച്ച് കരിയാപ്പില എടുക്കുകയാണ്. നല്ല ഫ്രഷ് കരിയാപ്പില, നമ്മുടെ കരിയാപ്പിൽ നിന്ന് തന്നെ പറിച്ചിടുകയാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് വലിയൊരു കാര്യമാണോന്ന്. ഇത് അയർലൻഡിൽ ശരിക്കും പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഒരു കരിയാപ്പ് നട്ടുപിടിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇത് നമ്മുടെ ബെഡ്റൂമിൽ വെച്ച് നമ്മളിങ്ങനെ സൂര്യപ്രകാശത്തിൽ ഒരു 2 വർഷമായിട്ട് ഞാനിങ്ങനെ കാത്ത് സൂക്ഷിച്ച് വെച്ചങ്ങനെ കരിയാപ്പാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ അത്യാവശ്യം വരുമ്പോൾ കുറേശ്ശെ എടുക്കും. ഇപ്പോൾ ഞാനൊരു ശകലം ഇതിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ എടുക്കണം. ഇത് മുറിച്ചെടുക്കുകയാണ്, കാരണം അത് ഇടയ്ക്കിടയ്ക്ക് ഇലയൊക്കെ പൊഴിഞ്ഞു തുടങ്ങി. ഇനിയിപ്പോൾ വിൻ്റർ ആയിക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം പൊഴിഞ്ഞു തുടങ്ങും. ഞാൻ നല്ല കുറച്ച് കരിയാപ്പില, ഇത്രയും മതി നമുക്ക്, ഇത്രയും കരിയാപ്പില എടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ ഇതാണ് ഞാൻ നമ്മൾ കുറച്ചുകൊണ്ട് വന്ന് കരിയാപ്പില കഴുകി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് മുറിച്ചിടുക, കാരണം വലിയ കരിയാപ്പിലാണ്. അതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മുറിച്ചതിലേക്ക് ഇടുവാണ്. എന്നിട്ട് ഇനി ഞാനിത് ഓരോന്നായിട്ട് മുക്കി നമ്മളിങ്ങനെ ഇച്ചിരി നേരം മാറിനേറ്റ് ചെയ്യാൻ വയ്ക്കണം. ഒരു ഹാഫ് ആൻ അവർ നമ്മളിത് മാറിനേറ്റ് ചെയ്യാൻ വയ്ക്കുക കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നോരായിട്ട് നമ്മൾ മാറിനേറ്റ് ചെയ്യാൻ വയ്ക്കണം. നമ്മുടെ ചെമ്മീൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ അതിനകത്തോട്ട് മുക്കിയെടുത്ത് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു അരമണിക്കൂർ ഇത് ഒന്ന് വെക്കുക കേട്ടോ. നമുക്ക് ആ മസാലയെല്ലാം അതിനകത്ത് നന്നായിട്ട് പിടിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനത് അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ ഇത് ചെമ്മീൻ ഞാനിവിടെ അരമണിക്കൂറായി മാനേജ് ചെയ്ത് വെച്ചിട്ട് ഇനി ഇതിനെ നമുക്കിത് ഞാനൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഈ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നോരോന്നാക്കിയിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീനെല്ലാം വേണ്ട ഇങ്ങനെ എണ്ണയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ തീ ഒന്ന് സിമ്മിലേക്കാക്കി. അപ്പോൾ നമ്മൾ ഇതൊന്ന് മൂടി വയ്ക്കുക കുറച്ച് നേരത്തേക്ക്. എന്നിട്ട് പിന്നെ നമുക്ക് മൂടി വെച്ചിട്ട് പിന്നെ മറിച്ചിടാം. അപ്പം നമ്മുടെ ചെമ്മീൻ ഞാൻ മൂടി വെച്ചൊന്ന് മാറ്റിയിട്ട് ഞാനൊന്ന് മറിച്ചിടാൻ പോവാണ്. ജസ്റ്റ് നമുക്ക് ഓരോന്നോരോന്നായിട്ടൊന്ന് മറിച്ചിടാം. ഇതായിട്ട് ഞാൻ എല്ലാം ഒന്ന് മറിച്ചിട്ടുണ്ട്. അപ്പോൾ 2 വശം അത്യാവശ്യം വെന്തിട്ടുണ്ട്. കാരണം നമ്മൾ ഈ സിമ്മിലിട്ട് മൂടി വെച്ചതുകൊണ്ട് 2 വശവും അത്യാവശ്യം വെന്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി അത് മൂടി വയ്ക്കുന്നില്ല. ഇപ്പം ഞാൻ ഫുൾ ഫ്ലെയിമിലേക്കാക്കി ഇനി എന്നിട്ട് അതൊന്ന് നന്നായിട്ടിരുന്നൊന്ന് ഡീപ്പ് ഫ്രൈ ആവട്ടെ കേട്ടോ. ഇത് നമുക്ക് എയർ ഫ്രയർ വീട്ടിലുണ്ട്. അതിനിപ്പോൾ ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ എയർ ഫ്രയറിനൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യാം. പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതായിരിക്കും ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പക്ഷേ ഇത് നമുക്ക് കുറച്ച് നേരത്തേക്ക് വയ്ക്കാം. നമ്മുടെ ചെമ്മീൻ നല്ലതായിട്ട് പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളത് നോക്കിയിട്ട് ഇടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ വെന്തെങ്കിൽ കുഴപ്പമില്ല. വെന്തില്ലെങ്കിൽ ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ അതിനോട്ട് ഓഫ് ചെയ്യുവാണ് സ്റ്റവ്. എന്നിട്ട് ഇതിലേക്ക് കോരുവാണ്. നമ്മുടെ ചെമ്മീൻ വറുത്ത് കോരി വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് മത്തി ഇവിടെ തട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനോടുകൂടി തന്നെ. അപ്പോൾ അത് വറക്കാൻ വെച്ചേക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ചെമ്മീൻ പൊരിച്ചതിനെ ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഞാൻ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചെറി ടൊമാറ്റോ ആണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ് ഒഴിക്കാം. അതിലേക്ക് ഓൾറെഡി ഞാൻ നാരങ്ങ നീര് മാറിനേറ്റ് ചെയ്ത് വെച്ചേക്കണോണ്ട് ഇനി ഒഴിക്കുന്നില്ല. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിക്കാം. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതെങ്ങനെ ഉണ്ടെന്നല്ലേ. അപ്പോൾ ഓരോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന്. ഒട്ടും അറിയാം. അപ്പോൾ കൂടെ നമുക്ക് ചെറുമാറ്റം കൂടി
അപ്പം ഞാൻ ഉണ്ടാക്കി ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യണം. അപ്പം ഞാൻ തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ. സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. വളരെ സിമ്പിളാണ്. നമുക്കിത് വേണമെങ്കിൽ ടച്ചിങ് ആയിട്ട് ഉപയോഗിക്കാം, അതുപോലെ നമ്മുടെ സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫുഡിൻ്റെ കൂടുതൽ സൈഡായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ട്രൈ ചെയ്യുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുകൊണ്ട് അടുത്ത വീഡിയോ വരുന്നതോടെ വരെ എല്ലാവർക്കും ബൈ.